ഹായ് എല്ലാവർക്കും സോൺ ഓഫ് ഡോണോ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ ഔട്ട്ഡോർ കുക്കിംഗ് ആണ് ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ ഔട്ട്ഡോർ കുക്കിങ്ങിൻ്റെ വീഡിയോയാണിത്. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ അച്ചായന്മാരുടെ അടിപൊളി എല്ലും കപ്പയുമാണ്. ഇത് ഞങ്ങളുടെ നാട്ടിൽ കല്യാണത്തലേന്ന് ഉണ്ടാക്കുന്ന ഒരു എല്ലും കപ്പേൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അത് തേങ്ങാപ്പാൽ ഒഴിച്ച് എല്ല് കുക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ തേങ്ങ അതിനകത്ത് വറുത്ത് ക്രഷ് ചെയ്തിടുന്നു. അങ്ങനെ പ്രത്യേകതകളുണ്ട് ഈ എല്ലും കപ്പയ്ക്ക്. അതോടൊപ്പം ഈ ഔട്ട്ഡോർ കുക്കിങ്ങിൽ നമ്മളെ സഹായിക്കാൻ ഇവിടെ ജസ്റ്റിൻ ചേട്ടായും എഡിസൺ ചേട്ടനും അരുണും എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് കുക്കിംഗ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാം. അപ്പം നമ്മുടെ എല്ലും കപ്പയും റെഡിയാക്കാൻ വേണ്ടി ഇപ്പോൾ എഡിസൺ ചേട്ടനും അരുണും ജസ്റ്റിൻ ചേട്ടായും കൂടെ നമ്മുടെ തൊട്ടടുത്തുള്ള പറമ്പിൽ കല്ലുകളൊക്കെ വെച്ച് അടുപ്പ് റെഡിയാക്കുവാണ്. നമ്മൾ ഔട്ട്ഡോറാണ് ഇന്ന് ചെയ്യുന്നത്. എല്ലാവരും ഭയങ്കര അധ്വാനത്തിലാണ് കുക്കിംഗ് ചെയ്യാൻ വേണ്ടി. നല്ല പച്ചപ്പുണ്ട്, അതിൻ്റെ നടുക്കാണ് നമ്മൾ കുക്കിംഗ് ചെയ്യുന്നത്. ഇന്ന് കല്ലുകളൊക്കെ നിരത്തി ഒരു അടുപ്പ് തയ്യാറാക്കുവാണ്. ക്ലൗഡിയാസ് വന്ന് അടുപ്പൊക്കെ നോക്കാൻ വരുന്നുണ്ട്, റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വരുന്നുണ്ട്. കാക്കയും വന്ന് നോക്കിയിട്ടുണ്ട്. ഇവിടെ എന്താ പരിപാടി എന്നറിയാൻ കാക്ക വന്ന് നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ എല്ലും കപ്പ തയ്യാറാക്കാൻ പോവാണ്. അതിനുവേണ്ടി ഇവിടെ ഞാൻ ഏകദേശം 2 കിലോ എല്ല് എടുത്തിട്ടുണ്ട്. ഇത് ഇറച്ചിയും നെയ്യും കൂടെ കൂടിയ എല്ലാണ്. കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തു കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ എല്ലിന് 3 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ പൊടികൾ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ, സവോള, ഇഞ്ചി, കറിവേപ്പില എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ എല്ലും കപ്പേരെ കുക്കിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഡോണാണ് വെക്കുന്നത്. അപ്പോൾ നമുക്കിത് തീ എന്തായാലും കത്തിച്ചു കൊടുക്കാം അവൾക്ക്, അല്ലേ? അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കറിയില്ല എത്രമാത്രം പ്രകൃതി നമ്മളെ സഹായിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം തീ ഇവിടെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. വിറകിൽ നന്നായിട്ട് തീ പിടിച്ചിട്ടുണ്ട്. ഈ പിടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത പറമ്പിൽ നിന്ന് കറിവേപ്പില പറിക്കാൻ വേണ്ടി അരുൺ പോയേക്കുവാണ്. ഇവിടെ നിന്നാണ് നമ്മൾ കറിവേപ്പില പൊട്ടിച്ചെടുക്കുന്നത്. നമ്മൾ ആദ്യം എല്ല് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിപ്പം 2 കിലോ എല്ലാണ് എടുത്തിരിക്കുന്നത്. ആ 2 കിലോ എല്ല് ഞാനിവിടെ വലിയ പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഞാനിപ്പം കുക്കറിലല്ല ഇത് കുക്ക് ചെയ്യുന്നത്, അടുപ്പിൽ വെച്ച് പാത്രത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം 3/4 മണിക്കൂറോളം നമുക്ക് വേകാൻ സമയമെടുക്കും. കുക്കറിലാണെങ്കിൽ നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ മതി. ഇത് ഇറച്ചിയും നെയ്യും എല്ലാം ചേർന്ന എല്ലാമാണ് നമുക്ക് കിട്ടിയത്. അങ്ങനത്തെ എല്ലാമാണ് നല്ലത്. ഞാൻ 2 കിലോ ആണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഫസ്റ്റ് ചേർക്കേണ്ടത് പൊടികളാണ്. ഇത് ഞാൻ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂണ് ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇത് ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാനുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് ഗരം മസാലയല്ല കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് മീറ്റ് മസാലയ്ക്കാണ്. എനിക്ക് ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഗരം മസാല ചേർക്കുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ പൊടികൾ, റോസ്റ്റ് ചെയ്ത പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 വലിയ സവോളയാണ്. ഇത് നീളത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 തണ്ട് കറിവേപ്പിലയാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഇത് മസാലേൻ്റെ ഒപ്പം ചേർക്കേണ്ടതായിരുന്നു, ഞാനിപ്പോൾ മറന്നുപോയി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക.
അതിനുശേഷം ഇത് വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം മസാലയെല്ലാം ഇത് നന്നായി പുരണ്ടിട്ടുണ്ട്. ഞാനെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പയിലേക്ക് വെച്ച് കുക്ക് ചെയ്യാം. നമ്മുടെ പാത്രം ഇവിടെ ചൂടായി. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ല് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. ഒരു വലിയ തേങ്ങയുടെ 1/2 പാലാണ് ഇത്. എത്ര ml ഉണ്ടെന്ന് ഞാൻ പറയാം. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം വെള്ളവും ചേർക്കുന്നുണ്ട്. ഏകദേശം 600 ml തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ കൊണ്ട് മാത്രം ഇത് കുക്കായി കിട്ടിയല്ലോ. അതുകൊണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഏകദേശം എല്ലിൻ്റെ ഒപ്പം വെള്ളം നിൽക്കണം. കുക്കറിലാണെങ്കിൽ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് മൂടി വെച്ച് വേണം കുക്ക് ചെയ്യാൻ. എല്ല് കുക്കാകാൻ കുറേ സമയം എടുക്കും. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇത് നല്ല തീ അടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ ഇടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം. വീട്ടിൽ ചെയ്യുമ്പം കുക്കറിൽ ചെയ്യുന്നതാണ് കേട്ടോ ഈസി. കാരണം പെട്ടെന്ന് കുക്കായി കിട്ടും. പിന്നെ അതിൻ്റെ ടെൻഷൻ ഇല്ല. ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ വെള്ളം വറ്റുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം ഗ്യാസിലല്ലാത്തതുകൊണ്ട് തീ നമുക്ക് അധികം നിയന്ത്രിക്കാൻ പറ്റിയല്ല. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കാറുണ്ട്. അടി പിടിക്കാൻ പാടില്ല. അതോടൊപ്പം ഇത് കുക്കായി കിട്ടുകയും വേണം. ഈ സമയത്ത് ഇപ്പം ജസ്റ്റ് ചേട്ടായി കപ്പ കൊത്തി നുറുക്കുവാണ്. നമുക്ക് കപ്പ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കുക്ക് ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. തീ കത്തണം കേട്ടോ എപ്പോഴും. കാരണം പുകഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം പുകച്ചുവ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പുറത്ത് പൂമ്പാറ്റ തേൻ കുടിക്കുന്നുണ്ട് പൂവിൽ നിന്ന്. പക്ഷെ മഴക്കാറുണ്ട് നന്നായിട്ട്. മഴ പെയ്യുമോന്നറിയില്ല. ക്ലൗഡിയാസ് ഇടയ്ക്ക് വന്ന് കുക്കിംഗ് ഒക്കെ നോക്കി പോകുന്നുണ്ട്. ഇപ്പം വെള്ളം വറ്റി തുടങ്ങി കേട്ടോ. ഇപ്പം ഞാനിത് കുക്കായി ഒന്ന് നോക്കുവാണ്. ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. കുറച്ചും കൂടെ കുക്കാകാനുണ്ട്. അതുകൊണ്ട് നമ്മൾ വീണ്ടും അടുപ്പിൽ തന്നെ എല്ല് തന്നെ വെച്ചിരിക്കുവാണ് മൂടി. നമ്മുടെ കപ്പയെല്ലാം ഇവിടെ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലിവിടെ കുക്കായിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ മഴ വന്നു. മഴയത്ത് ടാർപ്പ നനയാതെ വെച്ചിട്ടുണ്ട്. മഴ കുറഞ്ഞു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പം നമ്മുടെ എല്ലിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ വറ്റിയിട്ടുണ്ട്. എല്ല് നന്നായി കുക്കായിട്ടുണ്ട്. അപ്പം നമ്മുടെ എല്ല് ഇവിടെ നമ്മൾ മാറ്റി വെച്ചു. അത് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് കപ്പയാണ് കുക്ക് ചെയ്യുന്നത്. അത് മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ വെള്ളം ഒഴിച്ച് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മഴയായിരുന്നുകൊണ്ട് ഭയങ്കര തണുപ്പായിരുന്നു. അപ്പം തണുപ്പ് പോകാൻ വേണ്ടി എല്ലാവരും നല്ല ചൂടുള്ള കട്ടൻ ചായ കുടിക്കുവാണ്. നമ്മുടെ കപ്പ ഇപ്പം കുക്കായിക്കൊണ്ടിരിക്കുവാണ്. നല്ല അടിപൊളി കപ്പയാണ് കേട്ടോ. പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്ന കപ്പയായിരുന്നു.
അപ്പം നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അരുൺ വന്ന് ഒരു കറിവേപ്പില അതിനകത്ത് ഇട്ടിട്ടുണ്ട്, നല്ല സ്മെല്ല് കിട്ടുമെന്നും പറഞ്ഞ്. ഇപ്പം കപ്പയ്ക്ക് അരയ്ക്കാൻ വേണ്ടി ഞാനൊരു വലിയ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൈ കൊണ്ട് കൈക്കുള്ളി കൊള്ളുന്ന അത്രയും ചെറിയുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 കറിവേപ്പിലയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കപ്പേൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചെറുതായി ഞാൻ മാഷ് ചെയ്യും. ഇനി ഒരു വലിയ ഉരുളി ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ തേങ്ങ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കരിഞ്ഞു പോകാതെ നല്ലപോലെ വറുത്തെടുക്കണം. ഇത് നമുക്ക് അരച്ച് ചേർക്കേണ്ടതാണ്. ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി, നന്നായി അരയേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ നമ്മൾ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ക്ലൗഡിയ വന്ന് ക്യാമറേൻ്റെ സെറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് പോകുന്നുണ്ട്. സ്മൈൽ പ്ലീസ്. ഇപ്പം നമ്മുടെ തേങ്ങയുടെ കളർ ഇവിടെ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അവസാനമായിട്ട് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. മീറ്റ് മസാലയാണ് ടേസ്റ്റ് കൂടുതൽ, നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഞാനിവിടെ ഗരം മസാലയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മതി. ഇനി ഇത് നന്നായി ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. നമ്മൾ വീണ്ടും എല്ല് അടുപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി എല്ലിൻ്റെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കാരണം കപ്പ ഡ്രൈ ആയിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല, എല്ലും കപ്പയും. അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത്, ചൂടുവെള്ളം. ഇപ്പം നമ്മുടെ വറുത്ത തേങ്ങ ഞാൻ തണുക്കാൻ വേണ്ടി ഫാനിൻ്റെ അടിയിൽ വെച്ചിരിക്കുകയാണ്. തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ക്രഷ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഞാൻ തേങ്ങ ക്രഷ് ചെയ്തിട്ടുണ്ട്. വെള്ളം ഒന്നും ഒഴിച്ചില്ല, ജസ്റ്റ് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ബട്ടൺ തിരിച്ചത് മാത്രമേ ഉള്ളൂ. 2 തവണ, അത്രയും മാത്രമേ ഉള്ളൂ. ഇനി നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോവാണ്. നമ്മുടെ എല്ല് നമ്മൾ വീണ്ടും അടുപ്പിൽ വെച്ചായിരുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പ ചേർക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഞാനത് ചെറുതായിട്ട് ഉടച്ചായിരുന്നു കേട്ടോ. ചെറുതായി ഉടച്ചായിരുന്നു. കപ്പ കുക്കായതിന് ശേഷം വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഞാൻ ഉടച്ചായിരുന്നു. ഇപ്പോൾ നമ്മൾ കപ്പ ഇട്ടതിന് ശേഷം അതിനോടൊപ്പം തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും അതിലേക്ക് ഇടുകയാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കണം, എങ്കിൽ മാത്രമേ അത് നല്ല ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ. എഡിസൺ ചേട്ടൻ ഞാനിത് മിക്സ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ എല്ലും കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലും കപ്പ ഞങ്ങളിവിടെ വാഴയിലയിലേക്ക് മാറ്റുവാണ്. പക്ഷെ എല്ലും കപ്പയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ചൂടോടുകൂടി കഴിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഫുള്ളായിട്ട് കിട്ടുള്ളൂ. തണുത്ത് കഴിയുമ്പോൾ അത്രയും ടേസ്റ്റ് തോന്നിയല്ല. ഇപ്പം തണുത്ത് കഴിഞ്ഞാലും വീണ്ടും ആവി കയറ്റി ചൂടാക്കി കഴിക്കാൻ ഓർക്കുക. ചൂടോടുകൂടി കഴിച്ചെങ്കിൽ അതിൻ്റെ ഫുൾ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മുടെ എല്ലും കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിത് വാഴയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്താൽ അത് ശരിയാവൂല, അതുകൊണ്ട് ചേട്ടായി ടേസ്റ്റ് ചെയ്തിട്ട് പറയും ഇതെങ്ങനെയുണ്ടെന്ന്. അപ്പൊ സംഭവം ഞങ്ങൾ കഴിച്ചു നോക്കി. അടിപൊളി ടേസ്റ്റ് ആണ്. നല്ല വറുത്തരച്ച തേങ്ങയുടെ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഉപ്പും എല്ലാ ഐറ്റംസും നല്ല കറക്റ്റ് റേഷ്യോയിലായിട്ടുണ്ട്. എല്ലില് മജ്ജന്നൊക്കെ നെയ്യൊക്കെ ഉരുക്കിയിട്ട് ശരിക്കും കപ്പയിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. സംഭവം കിടുവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്.